1,50,000 രൂപ. 1,00,000 രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു കിടില ചെയ്യുവാണ്. 50,000 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഉള്ളവർക്ക് നമുക്ക് ഈ വാഹനം ഇറക്കാം. 3-3.5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതും സിംഗിൾ ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് 100% ഫിനാൻസ് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ല ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. നല്ല പെർഫോമൻസ്, നല്ല ഫീച്ചേഴ്സ്, ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഒരു സൺറൂഫിന്റെ കുറവുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 30,000-40,000 ഉണ്ടെങ്കിൽ 30,000-40,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വാഹനം ഇറക്കാം. ലോ കിലോമീറ്ററിൽ അതും സിംഗിൾ ഓൺഷിപ്പില് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. ചെറിയ നല്ല ട്രാക്കിന് ഫുൾ ഓൺ നമുക്ക് വാഹനം ഇറക്കാം. 100% ഫിനാൻസ് ചെയ്യാം. അപ്പൊ 1 രൂപ പോലും വേണ്ട. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് വരെ നമുക്ക് വാഹനം കൊണ്ടുപോകാം. ഒരു 50,000 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 7 സീറ്റർ ആണ്, ഡീസൽ വേരിയന്റ്. അത് നമുക്ക് ലോ കിലോമീറ്റർ വാഹനം. അതും വെറും 18,000 കിലോമീറ്റർ CVT ഓട്ടോമാറ്റിക്. അതൊക്കെ ഒരു 18-20 തന്നെ മൈലേജും പ്രതീക്ഷിക്കാം. ഈ ഒരു വാഹനത്തിന് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 8.5 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസ് ആണ്. അതൊക്കെ ട്രാക്കിന്റെ 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 4.5 ലക്ഷം രൂപ. 4 ലക്ഷം 14 രൂപ വണ്ടി ഇറക്കാം. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്കും നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കിഡ്ലൻ കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാർച്ച് കഴിഞ്ഞെങ്കിലും നമ്മൾ ഓഫറുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല. സോ വാറണ്ടിയിൽ യൂസ്ഡ് കാറുകൾ നല്ല ക്വാളിറ്റിയും നല്ല മോഡൽ കൂടിയ ഒരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. കാർ ആൻഡ് ബൈക്കിലാണ്, കാർ സോൺ മുമ്പ് നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സോ നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇന്ന് കണ്ണൂരാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആൾ തന്നെയാണ്, വിപിൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാർ ആൻഡ് ബൈക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ? ഗുഡ് മോർണിംഗ്. കാർ ആൻഡ് ബൈക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇത് NH തന്നെയാണ്. NH 17 നിയർ ദേശാഭിമാനിന്റെ ഒരു ന്യൂസ് പേപ്പറിന്റെ ഓഫീസിന്റെ അടുത്തായിട്ട് വരും. പിന്നെ വീർ മഹീന്ദ്ര ഉണ്ട് നിയറസ്റ്റ് ആയിട്ട്. നമ്മൾ പൊടിക്കുണ്ട് എന്നാണ് ലൊക്കേഷൻ. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ സെഗ്മെന്റിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ SUV ഉണ്ട്, ചെറിയ വാഹനങ്ങളുണ്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ കൂടുതൽ ഇപ്പൊ ആളുകളും ആവശ്യപ്പെടുന്ന SUV ടൈപ്പുകളാണ് അല്ലെ? SUV ഉണ്ട്, ഹാച്ച് ബാക്ക് സെഗ്മെന്റ്, പിന്നെ ഓട്ടോമാറ്റിക് വെഹിക്കിൾസിന് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഇപ്പോഴും. അപ്പൊ നമുക്ക് എല്ലാ റേഞ്ചിലും എല്ലാ പിന്നെ ലെവലിലുള്ള കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ബഡ്ജറ്റ് ആവട്ടെ അത്യാവശ്യം എല്ലാ ലെവലിലുള്ള വാഹനം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ട് അല്ലെ? അത്യാവശ്യം നമുക്ക് ഒരു 10-40 സ്റ്റോക്ക് ഉണ്ടല്ലോ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു സബോമീറ്റർ SUV എന്നാണ് തുടർന്ന് റെനോ കൈഗർ KL52 പട്ടാമ്പി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ വരുന്നത്? ഇത് 2022 മോഡലാണ്. ലോ കിലോമീറ്റർ ആണ്, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓട്ടോമാറ്റിക് വേർഷൻ, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് നമുക്ക് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. ഏകദേശം നമുക്ക് ഇതിന് പുതിയൊരു വാഹനത്തിന് ഏകദേശം എത്ര രൂപയ്ക്ക് വരുന്നതാണ്? നമുക്ക് 10 ലക്ഷം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വാഹനമാണ് ഇത്. നമ്മളൊരു ഓഫർ പ്രൈസ് എന്നുള്ള രീതിയിൽ ഒരു 6.5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. അപ്പൊ ഒരു 3-3.5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതും സിംഗിൾ ഓൺഷിപ്പിൽ ലോ കിലോമീറ്റർ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും അല്ലെ വാഹനം? അത്യാവശ്യം ഇത് AMT ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം മൈലേജും ഉണ്ട്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി വാഹനം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വാഹനം ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 100% ഫിനാൻസ് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ല ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അതും നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ 22 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ലോ കിലോമീറ്റർ. അത് നമുക്ക് ഏകദേശം 3-3.5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് അല്ലേ? നല്ലൊരു കിഡ്ലൻ സെഡാൻ ആണ്. അത് നമുക്ക് ഹുണ്ടായുടെ വെർണ. നമുക്ക് കൊടുക്കുന്ന ക്യാഷ് അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഈ വാഹനം കൊടുക്കാം അല്ലെ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഹുണ്ടായി വെർണ പെട്രോൾ ആണ്. SX എന്ന് പറയുന്ന വേർഷനാണ്. 2018 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. അത് അത്യാവശ്യം ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രൈസ് വന്നിട്ട് 6.5 ലക്ഷം രൂപ വരും. 6 ലക്ഷം രൂപ. നല്ല ഫീച്ചർ ലോഡർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനം. അത് നമുക്ക് നല്ല പെർഫോമൻസ് കാര്യങ്ങൾ, നല്ല ഫീച്ചേഴ്സ്, ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ഒരു സൺറൂഫിന്റെ കുറവുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാഹനം. അത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 30,000-40,000 ഉണ്ടെങ്കിൽ 30,000-40,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വാഹനം ഇറക്കാം. കിലോമീറ്റർ പറഞ്ഞത് 54,000 കിലോമീറ്റർ ഓടി.
54. അപ്പോൾ ഇതും ലോ കിലോമീറ്റർ ആണ്. അത് നല്ല ഫീച്ചറോടെ ഒരു വാഹനം. അത് നമുക്ക് പുതിയൊരു വാഹനം നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ് നല്ലൊരു എമൗണ്ടിന്റെ ഡിഫറൻസ് തന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിന് 30-40 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഏത് ജനറേഷനിലൊരു ഉള്ള ആളുകളും നമുക്ക് നോക്കുന്ന ഒരു വാഹനമാണ്. സേഫ്റ്റി, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത വാഹനമാണ് Volkswagen Polo, അത് റെഡ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് Volkswagen Polo ഹൈലൈൻ പ്ലസ് ആണ് വരുന്നത്. 2018 മോഡൽ ഡീസലിൽ വരുന്ന വേരിയന്റ് ആണ്. സോ നല്ല പെർഫോമൻസും അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട്. നല്ല ഫാൻസി നമ്പർ, കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് കമ്പനി അലോയ്സ്, അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസൽ അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ കുറച്ച് കൂടുതലുണ്ട്. 1,24,000 കിലോമീറ്റർ ഓടിയുണ്ട്. സർവീസ് ഒക്കെ കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. സോ നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതും സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. സോ നമ്മൾ ഫുൾ കമ്പനി സർവീസ് തന്നെയാണ് വരുന്നത്. സോ നല്ല ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം. എത്രയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് 5,50,000 രൂപ. 5,50,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഡൗൺ പേയ്മെന്റ് നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു 50,000 ഒക്കെ 50,000 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഉള്ളവർക്ക് നമുക്ക് ഈ വാഹനം ഇറക്കാം. അപ്പോൾ വീണ്ടും ഒരു പോളോ തന്നെയാണ്, സെയിം റെഡ് കളറിലാണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് പോളോ പെട്രോൾ ആണ്. കംഫർട്ട് ലൈൻ 1.1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ക നല്ല വെൽ മെയിൻറ്റൈൻഡ് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ വരുന്നത്? ഇല്ല ഒന്നുമില്ല അല്ലേ? 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 72,000 കിലോമീറ്റർ. ഇവിടെ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനം വരുന്നത് അല്ലേ? എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വില 5,40. 5,40. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 50,000 ഉണ്ടെങ്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഒരു SUV-യിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു വാഹനമാണ് ക്രെറ്റ. അതും ഈ ഒരു ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്, ലോ കിലോമീറ്റർ ആണ്. SX നമ്മളെ SX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. പനോരമിക് സൺറൂഫും ഒക്കെ വരുന്നത്. ഇത് 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. 2022 മോഡൽ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. അതെ. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മള്? ഇത് പെട്രോൾ വേരിയന്റ് ആണ്. ഇതിന് നമ്മള് ചോദിക്കുന്ന പ്രൈസ് 13.5 ലക്ഷം രൂപ. 13.5 ലക്ഷം. നല്ല ട്രാക്കിന് ഫുൾ ഓണൊക്കെ ചെയ്യാം അല്ലേ? അപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസിന് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ലോ കിലോമീറ്ററിൽ അതും സിംഗിൾ ഓൺഷിപ്പില് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. ചെറിയ നല്ല ട്രാക്കിന് ഫുൾ ഓൺ നമുക്ക് വാഹനം ഇറക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു റെനോ കിഡ്, അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലാണ്. RXT പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടില്ല, ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. ഇത് 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. ഇന്റീരിയർ ആണ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ, കമ്പനി ഇൻബിൽറ്റ് തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിട്ട് 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ല? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇതിന് 3.5 ലക്ഷം. 3.5 ലക്ഷം രൂപ അല്ല? മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 100% ഫിനാൻസ് ചെയ്യാം. അപ്പൊ 1 രൂപ പോലും വേണ്ട. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റേറ്റ് വരെ നമുക്ക് വാഹനം കൊണ്ടുപോകാം അല്ല? ദെൻ അതിന്റെ ഒരു കളർ ചേഞ്ച്, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2020 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? പെട്രോൾ വേരിയന്റ് തന്നെയാണ്. RXL. അതെ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ അല്ല? എത്ര ചോദിക്കുന്ന ഈ ഒരു വാഹനത്തിന്? ഇതിനും 3.5 ലക്ഷം രൂപ തന്നെ. 3.5 ലക്ഷം രൂപ. ഇതും ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അപ്പോൾ നല്ല ട്രാക്കുള്ളവർക്ക് നല്ല മൈലേജും നല്ല കംഫർട്ടൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാം. നമുക്ക് വീണ്ടും ചെറിയൊരു സെഗ്മെന്റ് ആണ് ടാറ്റ ടിയാഗോ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ടിയാഗോ വന്നിട്ട് 2019 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. 69,000 കിലോമീറ്റർ ഓടിയിരുന്നു. ഓക്കെ. ഏറ്റവും ഫുൾ ലോഡാണ് വരുന്നത്? ഇത് 2019 1.2. സോ നല്ല പെർഫോമൻസ്, അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നു പറയുന്ന വേരിയന്റ്. ഓക്കെ. എത്ര ചോദിക്കുന്ന ഈ ഒരു വാഹനത്തിന്? ഇതിന് 3.90. 3.90. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 30,000-40,000 ഉണ്ടെങ്കിൽ 30,000-40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ഹുണ്ടായുടെ എലൈറ്റ് i20 വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്.
2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്, 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ്. ഇത് ഏറ്റവും ഫുൾ ലോഡ് ആണോ വരുന്നത്? അതെ അതെ അതെ, ആസ്തയാണ് വരുന്നത്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ നമുക്ക് കമ്പനി അലോയ്സ്, റിയറിൽ വൈപ്പർ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, റിയറിൽ AC വെന്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന നല്ലൊരു വാഹനം. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇത് 495. ഒരു ബെസ്റ്റ് പ്രൈസ് അല്ല? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50,000, 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു കിഡ്ലം 7 സീറ്റർ ആണ്. മഹീന്ദ്ര SUV 500. അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡൽ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡല്, W7 സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ, 38,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. അതും ഡീസൽ 7 സീറ്റർ വാഹനം അല്ല? അത് ഓൺഷിപ്പ് സിംഗിൾ അല്ല? അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 9.5 ലക്ഷം രൂപ. 9.5 ലക്ഷം രൂപ. 7 സീറ്റർ ആണ്, ഡീസൽ വേരിയന്റ്. അത് നമുക്ക് ലോ കിലോമീറ്റർ വാഹനം. അതെ അതെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് നിസാൻ ടെറാനോ. ഇത് ഏതായിരുന്നു? PS 85 ആണോ അതോ 1 ton ആണോ വരുന്നത്? 1 ton ആണ് വരുന്നത്. 1 ton. സോ നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം വാഹനമാണ്. അത്യാവശ്യം മൈലേജും പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു വാഹനം. എങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡല്, 65,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. ഡീസലില് 1 ton, PS 65,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 6.20. 6.20. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ ഒരു 50,000 ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു കിഡ്ലം സെഡാനിലോട്ടാണ് പോകുന്നത്. ഫോക്സ് വാഗൻ വെൻഡോ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഫോക്സ് വാഗൻ വെൻഡോ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഡീസൽ ആണ്, കംഫർട്ട് ലൈൻ ഡീസൽ ഓട്ടോ. സോ DSG ഗിയർ ബോക്സ് ആയിരിക്കും അല്ലേ? സോ നല്ല കംഫർട്ട് കാര്യങ്ങൾ, പെർഫോമൻസ്. മാനുവൽ പോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2016 മോഡലാണ്. കംഫർട്ട് ലൈൻ, സിംഗിൾ ഓണർഷിപ്പ്, 1,15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? അതെ അതെ അതെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. എത്ര ചോദിക്കുന്നു ഈ വാഹനത്തിന്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 450 വരെ മാക്സിമം കിട്ടുമായിരിക്കും. അപ്പൊ നമുക്ക് 19 രൂപ ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഉള്ളവർക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം അല്ലേ? അതെ. ഹുണ്ടായുടെ എക്സെന്റ് നമ്മള് ഗ്രാൻഡ് ആയിട്ട് തന്നെ സെയിം എഞ്ചിന് കാര്യങ്ങള്. സോ കുറഞ്ഞ മെയിൻ്റെനൻസും നല്ല മൈലേജും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 90,000 ഓടിയിട്ടുണ്ട്. 2016 മോഡൽ, പെട്രോൾ വേരിയന്റ്. ഇതിന് ചോദിക്കുന്ന വില 290. 290. ഒരു ബെസ്റ്റ് പ്രൈസിന് വലിയൊരു വാഹനം കൊണ്ടുപോകാം. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. 290. നമുക്ക് ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ എന്താ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഒരു 30,000-40,000 ഉണ്ടെങ്കിൽ 30,000-40,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇതിന് അടുത്ത് നല്ലൊരു കിഡ്ലൻ സെഗ്മെന്റ് ആണ്. ഹോണ്ടയുടെ അമേസ്. അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ കുറഞ്ഞ മെയിൻ്റെനൻസും നല്ലൊരു ഫാമിലി കാർ, നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഹോണ്ട അമേസ് 1.2 VX CVT ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ്, 2022 മോഡല്. ലോ കിലോമീറ്റർ ആണ്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ല? ഇതിന് പിന്നെ സീറ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ്. അതും വെറും 18,000 കിലോമീറ്റർ CVT ഓട്ടോമാറ്റിക്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് 8.5 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ. ബെസ്റ്റ് പ്രൈസ് ആണ്. ശരിക്കും നമുക്ക് ഇത്ര ലോ കിലോമീറ്ററുള്ള വാഹനത്തിന്റെ അത് ഓട്ടോമാറ്റിക്കിന് റേറ്റിംഗ് അന്വേഷിക്കുക അല്ല? അത് നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ല? തീർച്ചയായിട്ടും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഓൾമോസ്റ്റ് ഒരു 95% ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 19 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറക്കാം അല്ലെ? ഇത് നമ്മുടെ നേരെ ഒരു കുഞ്ഞനുജൻ എന്ന് പറയാം, ബ്രിയോ അല്ലെ? ലേഡീസിനൊക്കെ ഒന്നുകൂടെ കംഫർട്ട് ആയിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം മൈലേജും നല്ല ഫീച്ചേഴ്സും കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2013 സിംഗിൾ ഓൺഷിപ്പിലെ വണ്ടി തന്നെയാണ്. ലോ കിലോമീറ്റർ, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. പക്ക ഹിസ്റ്ററി, ഫുൾ ഷോറൂം ഹിസ്റ്ററി തന്നെ വരുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മോഡൽ നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 270. 270. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവോ? ഉണ്ട്. ഏകദേശം നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 2 ലക്ഷം, 220 വരെയൊക്കെ ചെയ്യാം. 220 വരെ. ഏകദേശം 50-60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ? ഇത് നമുക്കൊരു കിഡ്ലൻ 7 സീറ്റർ ആണ്. മാരുതി സുസുക്കി എർട്ടിക, അതും ഡീസൽ വേരിയന്റ്. സോ 7 സീറ്ററിൽ
കുറഞ്ഞ മെയിൻ്റെനൻസും നല്ല മൈലേജ് ഒക്കെ വരുന്ന ഒരു അടിപൊളി മാരുതി വെഹിക്കിൾ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ZDI പ്ലസ് ആണ്, ഡീസൽ വേരിയന്റ് ആണ്. 2018 മോഡൽ തന്നെ. 18 മോഡലില്. സോ നല്ല മൈലേജ്, അത്യാവശ്യം നല്ല കംഫർട്ട് ഒക്കെ വരുന്ന ഒരു 7 സീറ്റർ വാഹനം. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 66,000 കിലോമീറ്ററോളം. 66,000 ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഒരു ഡീസൽ വെഹിക്കിൾ ആയിട്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. അത്യാവശ്യം ഒരു 18-20 തന്നെ മൈലേജും പ്രതീക്ഷിക്കാം. ഈ ഒരു വാഹനത്തിന് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 8.5 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസ് ആണ്. അത്യാവശ്യം ട്രാക്കിന്റെ 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്ക് ഒരു ഗ്രാൻഡ് ഐട്ടൺ, അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫാമിലി കാർ ആണ്. കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല മൈലേജും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന സിൽവർ ഫിനിഷിംഗിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 മോഡല്, സ്പോർട്സ്, പെട്രോൾ വേരിയന്റ്, സെക്കൻഡ് ഓണർഷിപ്പിൽ 82,000 കിലോമീറ്റർ ഓടിയുണ്ട്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 3.5 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 3 മേലെ നമുക്ക് എന്തായാലും ലോൺ സൗകര്യം അവൈലബിൾ ആണ്, ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്തായാലും വാഹനം ഇറക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫാമിലി കാർ, കുറഞ്ഞ മെയിൻ്റെനൻസ്, നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം അല്ലേ. ദെൻ ന്യൂ മോഡൽ വാഗണർ, വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി തന്നെയാണ്. 1.2 ആണ് പെട്രോള്. ഇത് കിലോമീറ്റർ വന്നിട്ട് 36,900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2021-22 രജിസ്ട്രേഷൻ. VXI. അത്യാവശ്യം മോഡലുണ്ട്. നമുക്ക് ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം. അതും 1.2 ലിറ്റർ, നമ്മുടെ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം എഞ്ചിന് പെർഫോമൻസ് ഒക്കെ വരുന്ന വാഹനം അല്ല. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5,40,000 രൂപ. 5.40. 40 രൂപ വണ്ടി ഇറക്കാം. അതെ. ഇത് നമുക്ക് സ്വിഫ്റ്റ്, ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ വരുന്നത്? സ്വിഫ്റ്റ് 2015 മോഡലാണ്. VXI വേരിയന്റ്. VXI പെട്രോളിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതും ലോ കിലോമീറ്റർ ആണ്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കും നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇത് 4.5 ലക്ഷം രൂപ. 4 ലക്ഷം. 40 രൂപ വണ്ടി ഇറക്കാം. അതെ. ദെൻ വീണ്ടും സെയിം മോഡല് എങ്ങനെയായിരുന്നു? അതും പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ VXI തന്നെയാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വേരിയന്റ് തന്നെ. ഇതിന് വന്നിട്ട് 3,90,000 രൂപ. 390. അതൊക്കെ അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. പെട്രോൾ ആണെങ്കിലും നമുക്ക് ഈ ഒരു എഡിഷനിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ നമുക്ക് 14 എഞ്ചിനാണ് മെയിൻ ആയിട്ട് ഇതിൽ ചേഞ്ചസ് വന്നത്. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു പെട്രോൾ വേരിയന്റ്, കുറഞ്ഞ മെയിൻ്റെനൻസും, 19 രൂപ വണ്ടി ഇറക്കുകയും ചെയ്യാം. ഇത് നമുക്ക് BS6 വേരിയന്റിൽ ഒരു ഓൾട്ടോ 800. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ആൾട്ടോ 2019 മോഡൽ LXI സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 45,000 കിലോമീറ്റർ ആണ്. ഇതിന് ചോദിക്കുന്ന വില 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഓൾമോസ്റ്റ് 95% ലോൺ സൗകര്യം അവൈലബിൾ. ചെറിയ ഡൗൺ പേയ്മെന്റിന് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്ക് ഫ്ലൂയിഡിക് i20. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ. സോ നല്ല മൈലേജ്, 10-20 മൈലേജ് കിട്ടും. നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല്? 2012 മോഡലാണ്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അഡീഷണൽ അലോയ്സ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അല്ലേ? അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ്. അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈലേജും നല്ല സ്പേഷ്യസും ആണ്. അത് 2012 മോഡൽ. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇത് ഒരു 2 ലക്ഷം രൂപ വരെ. 2.60 ആണ് ചോദിക്കുന്നത്. 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് സൗകര്യം ചെയ്യാൻ പറ്റും. അത് നമുക്ക് 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ദെൻ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് ഹുണ്ടായുടെ ഇയോൺ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡല് മാഗ്ന. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് തന്നെ പറയാം. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. മൈലേജ് ആണെങ്കിൽ ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാം. കിട്ടും. അത് നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. തളിപ്പറമ്പാണ് രജിസ്ട്രേഷൻ. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? ഇതിന് 3.5 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ. 10-40 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും ഒരു ഗ്രാൻഡ് ഐറ്റൻ, പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2014 മോഡലാണ്. ഏകദേശം 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സ്പോർട്സ് വേരിയന്റ് ആണ്. പെട്രോളിൽ വരുന്ന വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 3 ലക്ഷം രൂപ. 3 ലക്ഷം. നമുക്ക് 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും നമുക്കൊരു എലൈറ്റ് i20. നേരത്തെ നമ്മളൊരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു. ഇത് എലൈറ്റിൽ തന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡൽ, ലോ കിലോമീറ്റർ ആണ്. പെട്രോൾ വേരിയന്റ്. മാഗ്ന പ്ലസ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. പക്ക ലോ കിലോമീറ്റർ ആണ് അല്ലേ?
സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കും നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇതിന് 560. 560. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ശരിക്കും നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും ഒരു ഇയോൺ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഇയോൺ 2015 മോഡല് മാഗ്ന BS4 വരുന്ന വണ്ടിയാണ്. പെട്രോള്, 3rd ഓണർഷിപ്പ് ആണ്. 93,000 ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. ഒരു ബെസ്റ്റ് പ്രൈസിന് നല്ലൊരു കിടില ഇയോൺ. നമുക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ദെൻ വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? അത് 2013 മോഡല് മാഗ്ന പ്ലസ്. മാഗ്ന എന്ന് പറയും, മാഗ്ന പ്ലസ് വേരിയന്റ് ആണ് വരുന്നത്. പെട്രോൾ തന്നെ, 2nd ഓണർഷിപ്പ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്നത് 1.70 ലക്ഷത്തി 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്ക് ടിയാഗോന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് NRG. അതിൽ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കുറച്ച് സ്പോർട്ടി കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു അഡീഷണൽ ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ്. NRG XZ എന്ന് പറയുന്ന വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി, പെട്രോളിൽ വരുന്ന വണ്ടി. 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത് നമ്മൾ? 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷം രൂപ അല്ല. ഇത് നമുക്ക് ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും ഒരു ഗ്രാൻഡ് ഐറ്റം. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് ഗ്രാൻഡ് ഐറ്റം 2018 മോഡല്, 2nd ഓണർഷിപ്പിലെ വണ്ടി, പെട്രോൾ വേരിയന്റ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റ്. ചോദിക്കുന്ന വില 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 95% ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാർ ആൻഡ് ബൈക്ക് കാർ സോൺ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ പൊടിക്കുന്ന്, നമ്മുടെ ദേശാഭിമാനി പ്രസിനൊക്കെ തൊട്ടടുത്തായിട്ടാണ്. പിന്നെ കണ്ണൂർ ജയിലിലേക്ക് അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മാർച്ചൊക്കെ കഴിഞ്ഞാലും ഏപ്രിലും നമുക്ക് ഇതാണ് ഗംഭീരമായ ഓഫർ. വിഷു ഒക്കെ നടന്നുകൊണ്ട്, വിഷു ഈസ്റ്റർ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓഫറുകൾ നമുക്ക് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ കാർ നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മഹീന്ദ്രയാണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേപോലെ ഓൾ ഇന്ത്യ നമുക്ക് റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി കാർ സോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് വിപിൻ സൈനിങ്. താങ്ക് യു.